തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആഴിമല മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സഞ്ചരിച്ചാൽ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ പുളുങ്കുടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ നിന്നും 800 മീറ്റർ ദൂരത്തിലാണ് ക്ഷേത്രം. കോവളം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന അറബിക്കടലിന്റെ തീരത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിനു സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് പറയപ്പെടുന്നു. പുരാതന കാലത്ത് ഒരുപാട് സന്യാസി വര്യന്മാർ ഇവിടെ തപസ്സനുഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആഴിമല ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. പഞ്ചപാണ്ഡവർ അവരുടെ അജ്ഞാതവാസകാലത്ത് ഈ പ്രദേശത്തെത്തുകയും ഇവിടെ ഒരു ജീവൻ സമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു. കടൽ വെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം തേടി നടന്ന ഭീമൻ ശുദ്ധജലം കിട്ടാതെ വന്നപ്പോൾ തൊട്ടടുത്ത് കണ്ട പാറപ്പുറത്ത് കൈമുട്ടുകൊണ്ട് ശക്തിയായി ഇടിച്ചു. ഇടിയുടെ ശക്തിയിൽ പാറയിലുണ്ടായ വിള്ളലിൽ നിന്ന് വെള്ളം ലഭിക്കുകയും അത് അഭിഷേകത്തിന് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. ക്ഷേത്രത്തിന് സമീപത്തെ ഈ ജലം കിട്ടുന്ന സ്ഥലത്തിന് കിണ്ണിക്കുഴി അഥവാ പാണ്ഡവ തീർത്ഥം എന്നറിയപ്പെടുന്നു. ഈ ജലം വളരെ മുമ്പ് വരെ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ക്ഷേത്ര കിണറ്റിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. കടൽ തീരമാണെങ്കിലും ക്ഷേത്ര കിണറിൽ ഉപ്പുരസമില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. മറ്റൊരു കഥ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ പ്രദേശത്തെത്തുകയും ഇവിടുത്തെ ഭംഗിയും ഈശ്വര സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പ്രദേശവാസികളോട് ആവശ്യപ്പെടുകയും അതിനുള്ള സ്ഥാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നും വിശ്വസിക്കുന്നു. ആഴിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പം ഇവിടെയാണുള്ളത്. 58 അടി ഉയരമുള്ള മഹാദേവന്റെ ശില്പത്തിനെ ഗംഗാധരേശ്വര ശില്പം എന്നറിയപ്പെടുന്നു. സമൃദ്ധിയുടെ ഭാവവും ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ഗംഗാധരേശ്വര ശില്പത്തിന് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായും കോൺക്രീറ്റിൽ തീർത്ത ശില്പം PS ദേവദത്തൻ എന്ന ശില്പിയുടെ നീണ്ട 6 വർഷത്തെ പ്രയത്നത്തിന്റെ സാക്ഷാത്കാരമാണ്. കടലിനോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗംഗാധരേശ്വര ശില്പത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാന മണ്ഡപം നിർമ്മിക്കുന്നുണ്ട്. ഒരു ഗുഹയിൽ കയറിയതിന് സമാനമായ അന്തരീക്ഷമായിരിക്കും ധ്യാന മണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക. ഗംഗാധരേശ്വര ശില്പത്തിന്റെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നും 27 പടികൾ ഇറങ്ങി വേണം മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ. മണ്ഡപത്തിന്റെ ചുമരുകളിൽ മുഴുവൻ ശില്പങ്ങളും പ്രതിമകളും ചിത്രപ്പണികളും കൊത്തുപണികളും കൊണ്ട് അതിമനോഹരമായാണ് നിർമ്മാണം. യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലായി തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട്. ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശന ശില്പം, ശിവന്റെ 9 നാട്യഭാവങ്ങൾ, തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന ശയനരൂപത്തിനേക്കാളും വലുതാണ് ഇവിടുത്തെ രൂപം. ഇതുകൂടാതെ ഒരു വശം മുഴുവനും ആഴിമല ക്ഷേത്രത്തിലെ ചരിത്രം രേഖപ്പെടുത്തുവാനും പദ്ധതിയുണ്ട്. വിവരിച്ചു തീർക്കുവാൻ സാധിക്കാത്ത അത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളുമാണ് ആഴിമല ശിവക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ താമസിക്കാതെ തന്നെ ഭക്തജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ ശൈലി ദ്രാവിഡ കേരള ശൈലിയുടെ മിശ്രിതമാണ്. ഹിന്ദു പുരാണങ്ങളിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന മനോഹരമായ കൊത്തുപണികളും ചിത്രങ്ങളും കൊണ്ട് ക്ഷേത്രത്തിന്റെ ഗോപുരവും ചുറ്റുമതിലും ശ്രീകോവിലും അലങ്കരിച്ചിരിക്കുന്നു. വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവരാത്രിയാണ്. ഉത്സവ സമയത്ത് ക്ഷേത്രം വിളക്കുകളും വൈദ്യുത ദീപാലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കും. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ചകളിലാണ് വിശേഷമായി ആചരിക്കുന്നത്. എന്നാൽ ഇവിടെ ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അന്നേ ദിവസം ഇവിടെ ഭക്തജനങ്ങൾ എത്തുന്നു. മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ആറാട്ടായി നടത്തുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. ധനുമാസത്തിലെ തിരുവാതിര, മഹാശിവരാത്രി, പ്രദോഷ ശനിയാഴ്ച, പാർവതീ പ്രധാനമായ നവരാത്രി എന്നിവയാണ് മറ്റ് വിശേഷങ്ങൾ. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എല്ലാ ചൊവ്വാഴ്ചകളിൽ വൈകുന്നേരം നാരങ്ങ വിളക്ക്, എല്ലാ മലയാള മാസവും അവസാന ചൊവ്വാഴ്ച വൈകുന്നേരം ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജ, ഉമാമഹേശ്വര പൂജ, ദേവിക്ക് പുടവ സമർപ്പണം, കൂടാതെ ഉദയാസ്തമയ പൂജ, പ്രദോഷ പൂജ, ദിവസ പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, ആയുർസൂക്ത പുഷ്പാഞ്ജലി, കൂവടഹാര സമർപ്പണം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ആഴിമല ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ സമീപ പ്രദേശങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ കാണുവാനും സൂര്യോദയവും സൂര്യാസ്തമയ കാഴ്ചകൾ കാണുവാനും നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത്. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ സന്ദർശിക്കാം. ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രം.
ഉപദേവതകളായി ഗണപതി, ദേവി, നാഗദൈവങ്ങൾ എന്നിവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 മണി വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.